എത്രയോ തവണ നമ്മളിങ്ങനെ തീരുമാനം എടുത്തിട്ടുണ്ട്. പല കാര്യങ്ങളും നമ്മളിങ്ങനെ തുടങ്ങി വെക്കും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും പഴയ പോലെ തന്നെ. പല കുമ്പസാരത്തിന് ശേഷം നമ്മൾ തീരുമാനം എടുക്കും, ഇനി ഒരിക്കലും ഞാൻ ഈ തെറ്റ് ചെയ്യത്തില്ല. പക്ഷെ ഒരാഴ്ച കഴിയുമ്പോൾ നമ്മൾ വീണ്ടും പഴയ പോലെ തന്നെ. വിശുദ്ധ സീന പറയുന്നുണ്ട്, പുണ്യം എന്നത് നിലനിൽപ്പാണ്. പലപ്പോഴും നമുക്ക് ഈ നിലനിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ അശുദ്ധാത്മാവ് തിരികെ വരുന്ന രംഗമാണ് നമ്മൾ വായിച്ചു കേൾക്കുക. പിശാച് ഒരു വ്യക്തിയെ വിട്ടുപോയി കഴിഞ്ഞാൽ 7 ഇരട്ടി ശക്തിയോടെ അത് തിരികെ വരും എന്നുള്ളതാണ്. ഒരിക്കലും വിചാരിക്കരുത് ഒരു കുമ്പസാരം കഴിഞ്ഞാൽ, ഒരു ധ്യാനം കഴിഞ്ഞാൽ നമ്മളെല്ലാം ഓക്കെ ആയെന്ന് വിചാരിക്കരുത്. സഭാപിതാവായ വിശുദ്ധ ഗ്രിഗറി ദ ഗ്രേറ്റ് പറയുന്നുണ്ട്, പിശാച് എന്നേക്കുമായിട്ട് നമ്മളെ വിട്ടുപോകുന്നു എന്ന് വിചാരിക്കരുത്. അവൻ പതുങ്ങിയിരിക്കുന്നതേ ഉള്ളൂ. ഓരോ കുമ്പസാരത്തിന് ശേഷവും നമ്മളെ വിട്ടുപോകുന്ന പൈശാചിക ശക്തികൾ വീണ്ടും നമ്മളിലേക്ക് എങ്ങനെ പ്രവേശിക്കാമെന്ന് ചിന്തിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നുണ്ട് എന്ന് ഓർക്കുക. വചനം പറയുന്നു, അലറുന്ന സിംഹത്തെ പോലെ അവൻ ആരെ വിഴുങ്ങണമെന്ന് കരുതിക്കൊണ്ട് ഇങ്ങനെ പതിയിരിപ്പുണ്ട് എന്നുള്ളത്. അത് കുമ്പസാരിച്ചു എന്ന് പറഞ്ഞ് എല്ലാം ഓക്കെ ആയെന്ന് വിചാരിക്കരുത്. കുമ്പസാരത്തിന് ശേഷമാണ് നമ്മൾ ശരിക്കും ആരംഭിക്കേണ്ടത്. കൂടുതൽ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കാനായിട്ട്, ഈ കൃപയിൽ നിലനിൽക്കാനായിട്ട് പരിശ്രമിച്ചാൽ മാത്രമേ പിശാചിനെ ചെറുത്തു നിൽക്കാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ എന്നുള്ളത്. സാത്താന് നിന്റെ ജീവിതത്തിൽ അവസരങ്ങൾ കൊടുക്കാതിരിക്കുക. പുണ്യം എന്നത് നിലനിൽപ്പാണ്. ഈ നിലനിൽക്കുന്നതും നമ്മുടെ ശക്തി കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ്.